അപ്പൊ ഇതാണ് ജോർജിയ ആൻഡ്രിയാനി, ഒരു ഇറ്റാലിയൻ മോഡൽ ആക്ട്രസ് ഒക്കെയാണ്. നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ മൂവീസിലും സീരീസിലൊക്കെ അഭിനയിക്കണം തോന്നുന്നു. ഇപ്പൊ കുറച്ചാളായിട്ട് ഇന്ത്യൻ എന്റർടൈൻമെന്റിലാണ് ഫേമസ് ആയിട്ട് നിൽക്കണത്. അപ്പൊ പുള്ളിക്കാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് റീൽസിലും ഷോർട്സിലൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ഓരോ കോപ്രായം കാണിച്ചുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് അറ്റൻഷൻ വൈറൽ ആവാനായിട്ടുള്ള ഓരോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് 2 ദിവസം മുമ്പ് ഒരു കോൺട്രവേഴ്സി അങ്ങേരത്തിനെ പറ്റി വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരത്തിയുടെ പുതിയൊരു വീഡിയോയും ഒരു പാർട്ടിക്ക് എന്തിനോ പോണന്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ആൾക്കാർ എടുത്തേണതാണ്. അതില് ഫേസ് വളരെ മോശമാക്കി വെച്ചേക്കുക. അതായത് ഈ ലിപ് ഫില്ലിങ്ങും അല്ലെങ്കിൽ ഓരോ ബോട്ടോക്സ് സർജറി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കംപ്ലീറ്റ്ലി. അപ്പൊ ഇതിൽ പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ മുമ്പത്തെ ഫോട്ടോകൾ കാണണമെങ്കിൽ അറിയാം, അല്ലെങ്കിൽ മുമ്പ് കാണണമെങ്കിൽ അറിയാം, വളരെ നല്ല ഭംഗിയുള്ള, അതായത് കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയാണ്. വലിയ ഒരു ഇറ്റാലിയൻ ജെനറ്റിക്സ് ഒക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല സ്ത്രീയാണ്. പക്ഷെ അതിന് ഇങ്ങനെ ആക്കി വെച്ചതിന്റെ കാര്യമാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ ഒട്ടും ഭംഗിയില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വളരെ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഇതിപ്പോ 33 വയസ്സുള്ളൂ, അങ്ങനെയുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെയും ഇതുപോലെ ചെയ്യണമെങ്കിൽ പിന്നെയും നമുക്ക് അംഗീകരിക്കാം ഒരു പരിധി വരെ. അപ്പോഴും ഞാൻ നാച്ചുറൽ ബ്യൂട്ടീനാണ് സപ്പോർട്ട് ചെയ്യുക. പക്ഷെ എന്നാൽ ഈ പെൺകുട്ടിയൊക്കെ ഈ സ്ത്രീയൊക്കെ ചെയ്യണതിൽ ഒരു ഐഡിയ ഇല്ല. അതായത് ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന മുഖം ഇങ്ങനെ ആക്കി വയ്ക്കാൻ എങ്ങനെ തോന്നുന്നു? ആരും പറഞ്ഞു കൊടുക്കണില്ല ഇങ്ങനെ എത്തിക്കുന്നു. അതും ഇനി വൈറലാൻ വേണ്ടിയാണ്. പക്ഷെ വൈറലാൻ വേണ്ടി ഇങ്ങനത്തെ കോപ്രായം ചെയ്യാൻ ഒരാൾക്ക് ഇങ്ങനെ പറ്റണേന്നാണ്. സ്വന്തം മുഖം കണ്ണടയെ നോക്കുമ്പോ ഇതുപോലൊരു ഭൂതം പോലെ ആക്കി വെച്ചേക്കുക. ഇതിപ്പോ എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ മാത്രമല്ല, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അത്രയ്ക്കില്ല, മലയാളികൾ അത്ര ഇല്ല എന്നുള്ളൂ. പക്ഷെ ഈ ബോളിവുഡിലും ഹോളിവുഡിലൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നവര്. ഇവർക്ക് എന്ത് ഭംഗി ഇതിൽ തോന്നണം എനിക്ക് മനസ്സിലാവുള്ളത്. ഇപ്പൊ ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് ഓഫ് കോഴ്സ്. ഇപ്പൊ പണ്ട് നമ്മുടെ മോഹൻലാൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഒഡിയൻ സിനിമയുടെ സമയത്ത് ആൾ എന്തൊക്കെയോ ഫേസിൽ ഡി ഏജിങ് സർജറി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആൾക്കാർ കുറെ വിമർശിച്ചിട്ടുണ്ടായി. പക്ഷെ അതും ഇത്രയ്ക്കും മോശം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഞാൻ പറയണെങ്കിൽ ആൾക്കാർ പരമാവധി നാച്ചുറൽ ബ്യൂട്ടിനെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോ പറയാൻ നമുക്ക് എളുപ്പം, ചിലവർക്ക് കാണാൻ ഒരു ഭംഗിയിലുണ്ടായിരിക്കുന്നുണ്ടാവും. അവരെ ഒട്ടും ഭംഗിയില്ലാത്തവരെന്തും ചെയ്യണേൽ പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോ എനിക്കറിയാം ഒരു സ്ത്രീ മുഖത്ത് പൊള്ളിയിട്ടൊക്കെ ഇതുപോലത്തെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് വേറെ നിവർത്തില്ല, കാരണം വികൃതമായിട്ടിരിക്കുക രൂപം. അങ്ങനെയുള്ളവരൊക്കെ ചെയ്യണേൽ പിന്നെ നടത്തുന്നുണ്ട്. അല്ലാണ്ട് കാണാൻ കൊള്ളാവുന്നവരും തരക്കേടില്ലാത്ത ചെറുപ്പക്കാരൊക്കെ ചെയ്യണേല് അത് മനസ്സിലുണ്ട്. ഇപ്പൊ ഈ പെണ്ണിന്റെ ഫോട്ടോയില് നമുക്ക് കുട്ടികൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണമെങ്കിൽ അവരെ പേടിപ്പിക്കാൻ ഉപയോഗിക്കാം ഭൂതാന്ന് പറഞ്ഞിട്ട്. അമ്മാതിരി കോലായെന്ന്.